അപ്പോൾ ഒരു ലക്ഷറി വണ്ടിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലക്ഷറി വണ്ടിക്ക് ഒരു വലിയൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ 32,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള 2018 ഒരു BMൻ്റെ മുതലുമായിട്ടാണ് ഞാനിതാ ഈ നട്ടപ്പൊരി വെയിലത്ത് ഇങ്ങനെ കിടന്ന് റൗണ്ട് അടിക്കുന്നത്. കുറേ നേരം നോക്കുന്നത്, നല്ല നിർത്തിയൊരു വീഡിയോ എടുക്കാൻ പറ്റിയ സ്ഥലം. ഒരു രക്ഷയില്ല. ഭയങ്കര ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ചൂടൊന്നും ഒന്നുമല്ല കേട്ടോ. ഗൾഫിലുള്ളവർ ക്ഷമിക്കണേ, കാരണം അവരനുഭവിച്ചിട്ടുണ്ടാവും ഇത്ര ചൂട്. ഏതായാലും എന്നെപ്പോലെ കേരളത്തിൽ മാത്രം ഇങ്ങനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളൊന്നും ഈ ചൂട് അനുഭവിച്ചിട്ടുണ്ടാവില്ല. കണ്ട 32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള BMൻ്റെ പാർക്ക് ബ്രേക്ക് ഇട്ട് X1 ആണ് ഈ ഒരു വണ്ടി. എന്താ ഇതിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങൾ കണ്ടില്ലേ? സ്റ്റിയറിങ്ങിൻ്റെ ബട്ടൺസൊക്കെ നോക്കി ഒരു തേയ്മാനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓടിക്കാനൊക്കെ നല്ല സുഖം. വണ്ടി എന്താ പറയുക, ഒരു ഇലക്ട്രിക് വണ്ടി ഓടിക്കുന്ന അതേപോലെ തന്നെ അത്രയും സൗണ്ട് പോലും എഞ്ചിനും നമ്മളെ ഈ ഒരു ക്യാബിനുള്ളിലേക്ക് കേൾക്കുന്നില്ല. അത്രയും പെർഫെക്റ്റ് വണ്ടി എന്ന് തന്നെ പറയാം. നല്ല ബോഡി ക്വാളിറ്റിയും അതേപോലെ തന്നെ നല്ല ഇൻറ്റീരിയർ ക്വാളിറ്റിയുള്ള പനോരമിക് സൺറൂഫൊക്കെ വരുന്ന X1 എസ് ഡ്രൈവ് 20D ആണ്. അപ്പോൾ ഏതായാലും നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വേണ്ട, നമുക്ക് ആദ്യം ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ പറയാം. പുറത്ത് നല്ല വെയിലായതുകൊണ്ട് ഉള്ളിൽ നല്ല അടിപൊളി സ്റ്റീരിയോ വരുന്നുണ്ട്, നല്ലൊരു സ്ക്രീൻ വരുന്നുണ്ട്. ഇതിൻ്റെ മുകളിലൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല കേട്ടോ. അത് കാണിക്കാനാണ് ഞാൻ പ്രത്യേകിച്ച് ഉള്ളിലത്തെ കാര്യങ്ങളിങ്ങനെ പറയുന്നത്. പാഡിൽ ഷിഫ്റ്റ് വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് വാഹനമാണ്. പിന്നെ അതുപോലെ തന്നെ ഇതാണ് വണ്ടിയുടെ കീ വരുന്നത്, പുഷ് ബട്ടൺ സ്റ്റാർട്ടൊക്കെ വരുന്ന. അങ്ങനെ ഫീച്ചർ വൈസ് ഞാൻ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറയണമെന്ന് തോന്നുന്നില്ല, കാരണം എസ് ഡ്രൈവ് 20D ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ലോഡഡ് ആയിട്ട് വരുന്ന ഒരു വണ്ടിയാണ്. സൺറൂഫ്, നല്ല അടിപൊളി ഓപ്പൺ ഏരിയ, നല്ല വലിയ റൂഫാണ്, പ്രോപ്പർ വർക്കിംഗ് ആട്ടോ. അതിനിടയിൽ ഇങ്ങനെ പൊടി കുടുങ്ങിയിട്ടുള്ള ആ ഒരു ഒച്ച ഉണ്ട്, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടാവും. വേറെ മോട്ടറിനൊന്നും യാതൊരു പ്രശ്നമില്ല. അപ്പോൾ ഏതായാലും നമുക്ക് വണ്ടി ഓഫ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. 32,100 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. 2018 ആണ് മാനുഫാക്ചറിങ്ങും രജിസ്ട്രേഷനും വരുന്നത്. പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ. വെള്ള കളറ് വണ്ടി കൂടി ആയതുകൊണ്ട് വെയിലും കൂടി അടിക്കുമ്പോൾ അങ്ങനെ കണ്ണിങ്ങനെ എന്തോ ആവുന്നുണ്ട്. ഏതായാലും ഇതിൻ്റെ ഗ്ലാസ് കാര്യങ്ങളൊന്നും റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല, എല്ലാം 18 ഗ്ലാസ് തന്നെയാണ് കിടക്കുന്നത്. നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട്, ന്യൂ ഷേപ്പിൽ വന്നിട്ടുള്ള വണ്ടിയാണ്. ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ കണ്ടോ, യാതൊരു പ്രശ്നവും ബോഡിയുടെ മുകളിലൊന്നുമില്ല. ആ ഒരു ലോ കിലോമീറ്ററിൽ ഓടിയ വണ്ടി, അത്രയും നല്ല പെർഫെക്റ്റ് യൂസേജ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അത് നമുക്ക് ഔട്ടറും ഇൻറ്റീരിയറും ഒക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും ആ ഭാഗങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. ചെറിയ സ്ക്രാച്ച് ഇതാ ബോണ്ടിൻ്റെ മുകളിലുണ്ട്, പക്ഷേ ഇതൊക്കെ പോളിഷ് ചെയ്താൽ പോകുന്ന സ്ക്രാച്ചുകളാണ്. വേറെ റീപെയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട്. ക്യാരക്ടർ ലൈനൊക്കെ നല്ല അതേപോലെ തന്നെ ഉണ്ട്. ഇപ്പോൾ വെയിലടിക്കുന്നതുകൊണ്ട് ഇവിടെ ചെറിയൊരു ലൈൻ പോലെ തോന്നുന്നുണ്ട്, പക്ഷേ ഇത് ലൈനൊന്നുമല്ല. പിന്നെ ഇവിടെ ചെറിയൊരു സ്ക്രാച്ച് ഇതാ ഈ ഡോറിൻ്റെ മുകളിലുണ്ട്. അതല്ലാതെ വേറെ ഈ ഒരു സൈഡിലേക്കൊന്നും യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല. ടയർ ഭാഗങ്ങളൊക്കെ ഒരു 60 to 70% ടയേഴ്സ് പറയാം. X1 എസ് ഡ്രൈവ് 20D ആണ്. ഹരിയാന HR 26 ഹരിയാന ഗുഡ്ഗാവിലാണ് വണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പുറകിലൊക്കെ യാതൊരു രീതിയിലുള്ള ആക്സിഡൻറ്റും ഇല്ല കേട്ടോ. ഒരു ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി ക്ലീൻ പീസ് വണ്ടി കേട്ടോ. അത് ബൂട്ടൊക്കെ നല്ല സ്പേസ് വരുന്നതാണ്. സ്റ്റെപ്പിനുള്ള മോഡലാട്ടോ. പ്രത്യേകം ഞാൻ എടുത്ത് പറഞ്ഞ് ചില വണ്ടികൾക്കൊന്നും സ്റ്റെപ്പിന് ഉണ്ടാവാറില്ല. അപ്പം സീറ്റൊക്കെ നമുക്ക് ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അവിടെ എൻ്റെ ബാഗ് ഉള്ളതുകൊണ്ടാണ് അത് ഫുള്ളായിട്ട് ഫോൾഡ് ആവാത്തത്. ഓക്കെ, റിയർ ക്യാമറ വരുന്നുണ്ട്. ഇതെല്ലാം 2018 ഗ്ലാസ് തന്നെ കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ടയർ ഭാഗങ്ങളും നല്ല ബോഡി ക്വാളിറ്റി, നല്ല ഇൻറ്റീരിയർ ക്വാളിറ്റി, നല്ല മെക്കാനിക്കൽ വർക്കിംഗ് ഉള്ള BMൻ്റെ X1 ആണ്. ലോ കിലോമീറ്റർ ആയതുകൊണ്ടാണ് ഞാനിത് വീഡിയോയിൽ കാണിക്കുന്നത്. കാരണം X1 ഒക്കെ ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് ലേഡീസ് കാറ്റഗറിയിലുള്ള ആളുകൾ കൂടുതൽ ചോദിക്കാറുണ്ട്. കാരണം അവരൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു വണ്ടി തന്നെയാണ് ഈ ഒരു X1. അത് BMലെ ഒരു SUV ടൈപ്പിൽ വരുന്ന വാഹനങ്ങളിൽ കൂടുതൽ യൂസ് ചെയ്യുന്നത് X1 ആണ്.
ഇൻറ്റീരിയറൊക്കെ കണ്ടോ, പുറകിലൊക്കെ പുറകിൽ ആ ഒരു സീറ്റൊക്കെ നോക്കുന്ന സമയത്ത് നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. നമ്മൾ ഓരോ ഭാഗങ്ങളും ആ ഒരു സീറ്റിൻ്റെ പുറകുവശത്തെ പീസാണെന്നുണ്ടെങ്കിൽ ഡോർ പാഡാണെന്നുണ്ടെങ്കിലും സെൻട്രൽ കൺസോളിൻ്റെ ആ ഒരു ഭാഗമാണെന്നുണ്ടെങ്കിലും ഒക്കെ നല്ല അടിപൊളി ഫിനിഷിങ് തന്നെയാണുള്ളത്. റിയർ AC വെൻ്റ് വരുന്നുണ്ട്. ഫീച്ചേഴ്സൊന്നും ഞാൻ ഏതായാലും എടുത്തു പറഞ്ഞിട്ട് ഞാൻ ഏതായാലും വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല. ഇനി ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ ഡ്രൈവർ സീറ്റ് മെമ്മറി ഫംഗ്ഷനൊക്കെ ഉണ്ട് കേട്ടോ. ഫുൾ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാം, മെമ്മറി ഫംഗ്ഷൻസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സിനും ഓർഡർ തന്നെയാണ്. അപ്പോൾ ഒരു ചെറിയ ബഡ്ജറ്റിൽ ഒരു ലക്ഷറി വണ്ടി, അത്യാവശ്യം മോഡലുള്ള ലോ കിലോമീറ്ററിലുള്ള വണ്ടിയൊക്കെ തപ്പി നടക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു BMൻ്റെ ഈ കിടക്കുന്ന X1 എന്ന് പറയുന്നത്. 32,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അപ്പോൾ ഏതായാലും ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്, കാരണം നല്ല വെയിലായതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 15,25,000 രൂപയാണ്. ഡൽഹിയിലത്തെ പ്രൈസായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, നമ്മൾ നാട്ടിൽ എത്തിച്ചേരുന്ന പ്രൈസ് എന്നല്ല. 15,25,000 രൂപയ്ക്ക് 32,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിലുള്ള 2018 BMW X1 S ഡ്രൈവ് 20D നല്ല ബോഡി ക്വാളിറ്റിയുള്ള വണ്ടി സ്വന്തമാക്കാം. നമ്പർ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. വാഹനത്തെ പറ്റിയിട്ട് കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. വിളിച്ചിട്ട് എടുത്തിട്ടില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. അപ്പോൾ ഏതായാലും ഇതുപോലുള്ള പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെ ഇറ്റ്സ് മീ മനു. ബൈ.